അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് സ്വാഭാവികമാണ് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് ഓരോ നോട്ടീസൊക്കെ വരും, അതിനപ്പോൾ മറുപടി കൊടുക്കും, ഞങ്ങൾക്ക് സുഗമമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യും. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മറുപടി നൽകിയിരുന്നോ? നോട്ടീസ് കിട്ടിയാൽ മറുപടി കൊടുക്കുമല്ലോ, അതിൻ്റെ ഒരു ഫോർമാലിറ്റീസ് അങ്ങനെയാണല്ലോ, കൊടുക്കും. അല്ല, ചിലതിപ്പോൾ പഞ്ചായത്തിൻ്റെ ഇങ്ങനത്തെ പദ്ധതി വരുമ്പോൾ പഞ്ചായത്തിനിപ്പോൾ ഉണ്ടാവും, ടൗൺ പ്ലാനിങ്ങിന് ഉണ്ടാവും. അപ്പോൾ അവർ അതിൻ്റേതായ ആരെങ്കിലും പരാതി കൊടുക്കുമ്പോൾ അതിന് നോട്ടീസ് അയക്കും, നോട്ടീസിന് നമ്മൾ മറുപടി കൊടുക്കും, സംഗതികൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും എല്ലാ നിയമങ്ങളും ആര് തടസ്സപ്പെടുത്തിയാലും അത് നിലനിൽക്കുകയില്ല. ഞങ്ങൾ നിയമപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ലീഗ് ഇതിപ്പോൾ ആദ്യമായിട്ടല്ലേ വീട് എടുത്തു കൊടുക്കുന്നത്. 8000-ലേറെ വീട് എടുത്തു കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങൾക്കറിയാം. അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളറിയാം, രേഖകളെ കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിലും അങ്ങനെ ആശങ്കകളൊന്നും വകയില്ല. അവിടെ ഞങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതി ദൈവാനുഗ്രഹത്താൽ അത് പൂർത്തീകരിക്കാൻ തന്നെ മുന്നോട്ട് പോകും. അതിപ്പോൾ ഫുള്ളായിട്ട് തരില്ലല്ലോ, ഘട്ടം ഘട്ടമായിട്ടാണ് പഞ്ചായത്ത് തരിക. അത് ഓരോ ഘട്ടം പൂർത്തീകരിച്ച പഞ്ചായത്ത് ഞങ്ങൾക്ക് തരും. ഇതിലാരും എതിർക്കേണ്ടത് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അങ്ങനെ മീഡിയയിലൊക്കെ കാണുന്നതല്ല. ഗവൺമെൻറ് നല്ല സഹകരണമുണ്ട്, മന്ത്രിമാരിൽ ഞങ്ങളുടെ സഹകരണമുണ്ട്. കാരണം അവിടെ ഇത് പുനരധിവാസം മുതൽ കേരളീയ സമൂഹത്തിൻ്റെ ആവശ്യമാണ്, ഞങ്ങളുടെ മാത്രം ആവശ്യമല്ല. അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങൾ അവരോട് ചോദിച്ചു, അത് സംഘടിപ്പിച്ചവരോട് ചോദിച്ചു നോക്ക്. ഞാനിപ്പോൾ എന്താ പറയാനാ? വിഷയത്തിലെ തമിഴ്നാട്ടിലൊക്കെ കേന്ദ്രീകരിച്ച പ്രക്ഷോഭം വലിയ അളവിൽ നടക്കുന്നുണ്ട്. ഏതില്? ഗാസ. യെസ്, തീർച്ചയായിട്ടും. അതെ, അപ്പോൾ അതിനകത്തൊരു കേന്ദ്രീകരിച്ച ഒരു പ്രതിഷേധം അത് ഇത് മുസ്ലിം ലീഗ് ഈ 25-ാം തീയതി എറണാകുളത്ത് ഗസ ഐക്യദാർഢ്യ സംഗമം വെച്ചിട്ടുണ്ട്. അതിലെല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ്. മുമ്പ് നമ്മൾ കോഴിക്കോട് നടത്തിയല്ലോ ഫലസ്തീൻ ഐക്യ റാലി. അതുപോലെ ഒന്നിപ്പോൾ എറണാകുളം മറൈൻ ഡ്രൈവറിൽ 25-ാം തീയതി നടത്തുന്നത് ഒരു വലിയ സമ്മേളനമായിരിക്കും. തീർച്ചയായിട്ടും അത് സമാന ചിന്താഗതിക്കാരായ എല്ലാവരും ഞങ്ങൾ വിളിക്കുന്നുണ്ട്. പ്രമുഖ വ്യക്തികളൊക്കെ അതിലേക്ക് വരും.